ഇതന്നല്ലേ വീട്? ജോലി കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്ന് കയറുന്നു. അപ്പൊ ഇതായിരിക്കുമല്ലോ വീട്. അതെ, സ്ത്രീധനത്തിന്റെ കാര്യമില്ല ഞാൻ സംസാരിച്ചോ. സ്ത്രീധനൊന്നും വേണ്ട. പിന്നെ പെണ്ണിന്റെ അച്ഛൻ പെണ്ണിന് എന്ത് കൊടുക്കും? അത് മതി എനിക്ക്. അന്തസ്സുള്ളവൻ. ആരാ? വൈഷ്ണവിയുടെ അച്ഛൻ. അതെ, താങ്കളുടെ മോള് തന്നെയല്ലേ വൈഷ്ണവി? ആണ്. അതായത് വൈഷ്ണവിയുടെ അമ്മയുടെ ഭർത്താവ് തന്നെയല്ലേ താങ്കൾ? ആണടാ. ആ, അപ്പൊ 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കറക്റ്റ്. ബാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എനിക്ക് പിടി കിട്ടണില്ല. എവിടെ കിട്ടാഞ്ഞ്? നിനക്കാണ് ചോദിക്കുന്നത്. ഭാര്യയുടെ കൂടെ തന്നെയാണോ താമസം? അല്ലടാ, അപ്പത്തെ വീട്ടിലെ ചന്ദ്രന്റെ ഭാര്യയുടെ അവിടെ. സോറി. നിനക്കൊക്കെ എന്താടാ വേണ്ടത്? വന്ന കാര്യത്തിലോട്ട് കടക്കാം. താങ്കളുടെ മകൾ ഓഫീസിൽ പോകുന്ന വഴിക്ക് ഇവന് കണ്ട് ഇഷ്ടപ്പെട്ടു. അവളോട് പോലും ചോദിക്കാതെ നേരെ അച്ഛൻ്റെ അടുത്ത് ഒന്നാണ് ചോദിക്കുന്നത്. അത്രയ്ക്ക് അന്തസ്സുള്ളവരാ ഞങ്ങള്. അല്ല, അതിനൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? സഞ്ജു സർ കപ്പൽ ഡേയ്സ് ചടങ്ങ് ലാഭിക്കാൻ വേണ്ടി ഞങ്ങൾ കപ്പലിന്റെ വരെ കൊണ്ടുവന്നേ. മുടുങ്ങ ഇത് സ്ത്രീധനത്തിൽ കൂട്ടണം കേട്ടോ. അതല്ല, അവള് ദുബായി പോകാൻ നിൽക്കും. അവളുടെ ദുബായിലൊക്കെ പോയിട്ട് ഇപ്പൊ എന്ത് കിട്ടാനാ? ഡാ, അവള് ദുബായിൽ അക്കൗണ്ടന്റ് ആയിട്ടാ പോകുന്നത്. വാവ്, അക്കൗണ്ടന്റോ? ഡാ, അവള് സ്കിൽ മൗണ്ട് 4 മാസത്തെ ഓൺലൈൻ അക്കൗണ്ടിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുക. സ്കിൽ ഉണ്ടോ? അതുമത്തെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ദുബായ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയ KHD ആണ്. പിന്നെ ഒരു സ്റ്റുഡൻസിന് പേഴ്സണൽ മെന്ററിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, എന്റെ മരുമോനും ദുബായിലുണ്ട്. ആ, അപ്പൊ സൗകര്യമായല്ലോ. കല്യാണം നമുക്ക് ദുബായ് വെച്ച് നടത്താം. വാ. മരുമോനെന്ന് പറയുമ്പോ മോളുടെ ഭർത്താവില്ലേ? ഇയാൾക്കതിന് ഒറ്റ മോളല്ലേ? അപ്പൊ വൈഷ്ണവിയുടെ കെട്ട് കഴിഞ്ഞു. അതല്ലടാ, നിന്റെ അടുത്തൊക്കെ പറയുന്ന ഒരു പ്രശ്നമുണ്ടെന്ന്. അല്ല, അപ്പൊ മരുമോന്റെ അടുത്ത് പറഞ്ഞാൽ പുള്ളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. സ്കൂളിൽ പോയ വിവരം പോലും ഇല്ലടാ. ഇറങ്ങിപ്പോടാ. നമ്മള് കൊറോണ ബാച്ച് ആയിരുന്നു. ബാബുവ ഇവക്ക് കഴുത്തി താലിയിട്ട് കിടന്നോട്ട്.